ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബീഫ് കറി റെസിപ്പിയുമായിട്ടാണ്. ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല എന്താ പറയുക, അധികം മസാലയൊന്നും ഇല്ലാണ്ട് എന്നാലോ നല്ല കട്ടിയും വേണം, പിന്നെ നല്ല കളറും വേണം. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു അടിപൊളി ബീഫ് കറി റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു കറി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്നൊരു സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാൻ എടുക്കുക, ഒരു പരന്ന പാത്രം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലിട്ടിട്ട് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ചൂടാക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നൂലേ, ഒരു ചുമ വരുന്ന പോലെയൊക്കെ തോന്നൂലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇതെങ്ങനെ ചെയ്യുന്നതിനാന്ന് വെച്ചാൽ മല്ലി ചൂടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു മണമായിരിക്കും. അത് നമ്മളെ കറിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചൂടാക്കിയെടുത്തിട്ട് നമ്മളിതുപോലെ ഏത് കറിക്ക് ചേർത്ത് കൊടുത്താലും നല്ല കളർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കൂടുതൽ നേരം ചൂടാക്കൊന്നും വേണ്ട കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി ബീഫ് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിയല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ വെള്ളം ഇനിയിപ്പോൾ കൂടി പോയാലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാടൊന്നും ചേർക്കണം കേട്ടോ വെള്ളം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇത് എത്ര വിസിൽ വേവിക്കണം എന്നുള്ളത് നമ്മളെടുക്കുന്ന ബീഫിനനുസരിച്ചിരിക്കും. ബീഫ് ഇളയ ബീഫാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, മൂത്തതാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അതുപോലെ പാകിസ്ഥാനി ബീഫാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. UAE ആണെങ്കിൽ പാകിസ്ഥാനി ബീഫ് വാങ്ങിക്കുക. ഇന്ത്യൻ ബീഫിനേക്കാളും ടേസ്റ്റ് പാകിസ്ഥാനി ബീഫാണ്. അപ്പോൾ നമ്മളിതാ ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ കളർ കണ്ടോ, നല്ല റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഒന്നും ചൂടാക്കി എടുത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ വല്ലാണ്ട് ചൂടാക്കി എടുക്കരുത് കേട്ടോ, അപ്പോൾ ആ ഒരു ടേസ്റ്റും മാറും അതിൻ്റെ. അപ്പോൾ ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി നമ്മൾ മസാലപ്പൊടികൾ ചൂടാക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വന്നിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് മസാല ഒന്ന് റെഡിയാക്കാനുണ്ട്. നമ്മൾ ഉള്ളി തക്കാളി ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിനായിട്ട് പാന് ചൂടാക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ബീഫ് കറി പ്രത്യേകിച്ച്. അപ്പോൾ ആദ്യം ഞാൻ 1 സവാള നല്ല കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത്. ചോപ്പറിൽ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചോപ്പർ ഇല്ലയെന്നാണെങ്കിൽ നല്ല കുഞ്ഞതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വലിയ വെളുത്തുള്ളി. പിന്നെ പച്ചമുളക് 2 എണ്ണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചെറിയുള്ളി മാത്രം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ സവോള 1 എണ്ണം അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളിയാണ് ഭയങ്കര ടേസ്റ്റ്. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, സവോളയും വെച്ച് ചെയ്തെടുക്കുക. നല്ല കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ. നല്ലോണം ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. അതിനുശേഷം മാത്രമേ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അല്ലാഞ്ഞാൽ നമ്മുടെ കറിക്കും ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറിയ ടൊമാറ്റോ ആണ് ചേർത്തിട്ടുള്ളത്. അപ്പം തക്കാളി നിങ്ങളെടുക്കുമ്പോൾ ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി, 1 എണ്ണം വലുത്, 1 എണ്ണം ചേർത്താൽ മതി. അത് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചേർത്തത് തന്നെയാണ്, അതൊന്നുകൂടെ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് ഈ മസാലയിലോട്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, കുറച്ച് ഉപ്പും. ഇനി നമുക്ക് അതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഈ ഒരു ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പകരം കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. അതിൽ നിന്ന് എല്ലാം കൂടി ഒന്ന് കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നല്ലോണം എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റാട്ടോ, മസാല നന്നായിട്ട് വേവണം. എന്നിട്ട് ശേഷമാണ് നമ്മൾ ഈ ബീഫ് വേവിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേറെ പണിയൊന്നുമില്ല. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലോണം ഇതിൽ കിടന്നിട്ട് വേവട്ടെ. ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാവണം. എന്നാലേ എല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് വരുള്ളൂ.
എണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. നല്ലോണം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തുറന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള കറിയാണെങ്കിൽ അത്രയും നേരം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ കറിയാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കുക അല്ലെങ്കിൽ നല്ലൊരു മസാല കോട്ടഡായിട്ടുള്ള ബീഫാണ് വേണ്ടതെങ്കിൽ വേറൊരു പാനിലോ അല്ലെങ്കിൽ ഇത് നല്ലോണം ഡ്രൈ ആക്കിയ ശേഷം മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൊണ്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ പാനിൽ കുറച്ച് അധികം വെളിച്ചെണ്ണ ചേർക്കണം. എന്നിട്ട് ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കുക, നല്ലോണം പുരട്ടിയെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പുറത്തുനിന്നുള്ള കറിവേപ്പില യൂസ് ചെയ്യാറില്ല, വീട്ടിലുണ്ടായിട്ടുള്ള മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില മസ്റ്റാണ്. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് കറിവേപ്പിലയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്, എന്നിട്ട് വേണം ബീഫ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറുണ്ട്, പക്ഷേ അധികം സ്പൈസി അല്ല. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പൈസിനെസ്സേ ഉള്ളൂ. അപ്പം എരിവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ സാധാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എരിവിനായിട്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ സ്പൈസി അല്ല, പക്ഷെ നല്ല കളറുണ്ടാവും നമ്മുടെ കറിക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ വരുന്നൊരു ബീഫ് കറിയാണ്. തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.